20th question. A company must produce 2 products over a period of 3 months. The company can pay for materials and labor from 2 sources, company funds and borrowed funds. The firm has to take 3 decisions. How many units of product 1 it should produce? How many units of product 2 should it produce? How much money should it borrow to support the production of the products? ഇപ്പോൾ 3 ഡിസിഷൻ വേരിയബിൾസ് ഉണ്ട്. ഒന്ന്, എത്ര യൂണിറ്റ്സ് പ്രൊഡക്റ്റ് 1 വേണം, സെക്കൻഡ് എത്ര യൂണിറ്റ്സ് പ്രൊഡക്റ്റ് 2 വേണം, പിന്നെ എത്ര മണി ബോറോ ചെയ്യണം. ഇങ്ങനെ 3 എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The firm must take this decision in order to maximize the profit contribution subject to the conditions stated below. അപ്പോൾ മാക്സിമൈസ് പ്രോഫിറ്റ് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ X1 X2 X3 എന്ന് പറഞ്ഞ 3 വേരിയബിൾസ് നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 1, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 2, പിന്നെ ഹൗ മച്ച് മണി ഷുഡ് ഇറ്റ് ബോറോ, അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. The company's products enjoys a seller's market. The company can sell as many units as it can produce. അപ്പോൾ പ്രൊഡക്ഷൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് റെസ്ട്രിക്ഷൻ ഇല്ല. The company would therefore like to produce as many units as possible subject to its production capacity and financial constraint. അപ്പം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഫൈനാൻഷ്യൽ കൺസ്ട്രെയിനും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിന് മാക്സിമം ഉണ്ടാക്കണം, എന്നിട്ട് അത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. The capacity constraints together with cost and price data are shown in the following table. The available company fund during the production period is company fund 3 lakh ഉണ്ട്. Bank will give loan up to 2 lakh per production period at an interest rate of 20% per annum provided that company's asset test ratio is at 1:1 while the loan is outstanding. Take a simplified asset test ratio given by തന്നിട്ടുണ്ട്. Also make sure that the needed funds are made available for meeting production costs. Formulate this problem as an LP model. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അവേഴ്സ് എത്ര അവർ ഒക്കെ വേണം, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര അവർ ഉണ്ട്, ടോട്ടൽ എത്ര അവൈലബിൾ അവർ ഉണ്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യണം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. ഇത് 3 മാസത്തെ കാര്യമാണ്. 3 മന്ത്സിന് വേണ്ടിയാണ് ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ബോറോ ചെയ്യുന്ന മണിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20% പെർ ആനമാണ്. നമ്മൾ അതിനെ മന്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് 3 മന്ത്സിന്റെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് X1 and X2 be the number of units of products 1 and 2 to be produced. Respectively. S3 be the amount of money borrowed. X3 be the amount of money borrowed. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ പെർ ഈച്ച് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് മാക്സിമൈസ് LP മോഡൽ എന്ന് പറയുന്നത് LP മോഡൽ മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് Z is equal to മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് എന്താണ്, ടോട്ടൽ പ്രോഫിറ്റും ഉണ്ട് മൈനസ് കോസ്റ്റ് ഓഫ് ബോറോഡ് മണി ഉണ്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ ബോറോ ചെയ്യുന്നത് കുറയ്ക്കേണ്ട അതിൻ്റെ അകത്ത്. അപ്പം എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ബോറോഡ് മണി. That implies maximize Z is equal to
ആദ്യത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് 14ഉം കോസ്റ്റ് പ്രൈസ് 10ഉം. അപ്പോൾ 14 മൈനസ് 10 ഇൻറ്റു x1 ഫസ്റ്റ് തരത്തിൻ്റെത്. സെക്കൻഡിൻ്റെത് 11 മൈനസ് 8 x2 മൈനസ് x3 എന്ന് പറയുന്നത് കോസ്റ്റ്. നമ്മൾ ആ ബോറോ ചെയ്ത മണിയുടെ കോസ്റ്റ് നമുക്ക് വരുന്നത് എത്രയാണ്? അതിൻ്റെ പലിശ നമുക്ക് വരുമല്ലോ. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ബോറോ ചെയ്യുന്നത് x3 അതിൻ്റെ 20% 3 മന്ത്സിൽ. അപ്പം നമ്മൾ അതൊന്ന് സൈഡിൽ കാൽക്കുലേറ്റ് എവിടെയെങ്കിലും സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ 20/100 ഇൻറ്റു x3 20/100 നമ്മൾ പ്രിൻസിപ്പിൾ റേറ്റ് 1 ഇയറിനാണെങ്കിലാണ് ഇയറിനാണെങ്കിലാണ് ഇവിടെ 3 മന്ത്സ്. അപ്പോൾ 3/12 അപ്പോൾ നമ്മളത് ചെയ്യുവാണെങ്കിൽ 3/12 ചെയ്യുമ്പോൾ 4, അപ്പോൾ 5/100 അല്ലെങ്കിൽ 0.05 x3 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് ടോട്ടൽ മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമൈസ് ഇസഡ് ആണ് നമുക്ക് പ്രോഫിറ്റിനെയാണ് മാക്സിമൈസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അത് ടോട്ടൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ബോറോഡ് മണി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓഫ് ദ ബോറോഡ് മണിയാണ് വരുന്നത് മൈനസ് 0.05 x3 വരും. അത് 5 അതൊന്ന് സൈഡിൽ ചെയ്താൽ മതി. 20% നമുക്ക് ഒരു വർഷത്തേക്കാണ്. അപ്പോൾ 3 മന്ത്സിന് അത് 3/12 വെച്ച് ചെയ്യണം. നമുക്കത് 5% എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈഡ് എഴുതുവാണെങ്കിൽ മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 4x1 plus 3x2 minus 0.05 x3 subject to the constraints. നിങ്ങൾ നോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ എഴുതി വെച്ചോണം, അല്ലെങ്കിൽ ഈ 0.05 എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കും. അപ്പം 0.05 ആക്ച്വലി നമ്മൾ ചെയ്തത് മന്ത്സിലോട്ട് കൺവേർട്ട് 3 മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല PRT/100 ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ x3 റേറ്റ് 20/100 ടൈം 3/12. അതുകൊണ്ട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ 0.05 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.05 ആണ് കിട്ടുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ആദ്യത്തെ നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ എയുടെ നമ്മളെന്ന് പറയുമ്പം 0.5 x1ഉം 0.3 x2 കൂടെ മാക്സിമം 500 പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 ആണ്. അപ്പം 0.5 x1 പ്ലസ് 0.3 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആയിരിക്കണം. പ്രൊഡക്ഷൻ യൂണിറ്റ് ബിയുടെ ആകുമ്പോഴത്തേക്കും 0.3 x1 പ്ലസ് 0.4 x2 അവിടെ മാക്സിമം 400 ആണ്. തേർഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 0.2 x1 പ്ലസ് 0.1 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്, പ്രൊഡക്ഷൻ്റെ കൺസ്ട്രെയിൻസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് അവൈലബിൾ ഫണ്ട് 3 പ്ലസ് x3 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫണ്ട്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫണ്ട് അവൈലബിൾ ആയിരിക്കണമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത കൺസ്ട്രെയിൻ ആയിട്ട് എഴുതേണ്ടത്. ഫണ്ട്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ, ഇത് പ്രൊഡക്ഷൻ്റെ കൺസ്ട്രെയിൻ ആണ് ഇവിടെ എഴുതിയത്. ഇനി ഫണ്ടിൻ്റെ കൺസ്ട്രെയിൻ ആണ്. ഫണ്ട് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ should be less than or equal to funds available. Funds required for production എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫണ്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഫണ്ട്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൊഡക്ഷന് 10 വേണം. അപ്പം 10 x1, സെക്കൻഡിൻ്റെ 8 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫണ്ട് അവൈലബിൾ ഫണ്ട് എന്ന് പറയുന്നത് കയ്യിലുള്ളത് 3 lakh ഉണ്ട്. പിന്നെ ബോറോ ചെയ്യുന്നത് x3. അപ്പോൾ നമ്മളതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുവാണെങ്കിൽ 10 x1 പ്ലസ് 8 x2 മൈനസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh എന്ന് പറയാം. ഇനി ബോറോഡ് മണി എന്ന് പറയുന്നത് മാക്സിമം 2 lakh പറ്റുള്ളൂ. അപ്പോൾ അടുത്ത കൺസ്ട്രെയിൻ നമുക്ക് x3 ആണ് നമ്മൾ ബോറോ ചെയ്യുന്ന മണി. x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 lakh. ബോറോഡ് മണി മാക്സിമം 2 lakh പറ്റുള്ളൂ.
ഇനി ഒരു ആസിഡ് ടെസ്റ്റ് റേഷ്യോയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആസിഡ് ടെസ്റ്റ് കണ്ടീഷൻ ക്യാഷ് ഓൺ ഹാൻഡ് ആഫ്റ്റർ പ്രൊഡക്ഷൻ. ആസിഡ് ടെസ്റ്റ് കൺസ്ട്രെയിൻ. അപ്പോൾ അവിടെ കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത് സർപ്ലസ് തന്നിരിക്കുന്ന ഫോമുല അതുപോലെ യൂസ് ചെയ്താൽ മതി. ക്യാഷ് ഓൺ ഹാൻഡ് ആഫ്റ്റർ പ്രൊഡക്ഷൻ പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ divided by banks borrowing plus interest accrued should be greater than or equal to 1. അത് ഈ സൈഡിൽ എഴുതണേ. should be greater than or equal to 1. ഈ റേഷ്യോ എന്ന് പറയുന്നത് greater than or equal to 1 ആണ്. ഇത് 1:1 റേഷ്യോ കിടക്കണം എന്ന് പറയുമ്പോൾ അത് this should be equal ആയിട്ട് അല്ലെങ്കിൽ equal to 1 അല്ലെങ്കിൽ greater than or equal to 1 ഫോമിൽ കിട്ടണം. അപ്പം നമുക്ക് സർപ്ലസ് ക്യാഷ് ഓൺ ഹാൻഡ് ആഫ്റ്റർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 3 ബോറോ ചെയ്ത് x3 ഉണ്ട്. അത് പ്രൊഡക്ഷന് എത്ര ആവശ്യമുണ്ട്? 10x1 8x2 ആവശ്യമുണ്ട്. അപ്പം സർപ്ലസ് ക്യാഷ് എന്ന് പറയുന്നത് ഇതാണ്. അക്കൗണ്ട്സ് റിസീവബിൾ, നമുക്ക് അക്കൗണ്ട് റിസീവ് ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 14x1 പ്ലസ് 11x2 ഡിവൈഡഡ് ബൈ ബോറോഡ് മണി x3 ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് 0.05x3 ആണ് നമ്മൾ കണ്ടതാണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ x3 പ്ലസ് 0.05x3 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട്, നമ്മൾ യൂസ് ചെയ്ത എമൗണ്ട്, അതാണ് സർപ്ലസ് ക്യാഷ് ഓൺ ഹാൻഡ് ആഫ്റ്റർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഇതായിരുന്നു, ആവശ്യമുള്ളത് ഇതാണ്. നമുക്ക് കിട്ടുന്നത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടും. ഡിവൈഡഡ് ബൈ നമ്മൾ ബോറോ ചെയ്ത മണി, അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പം 3 lakh പ്ലസ് x3 മൈനസ് 10x1 4x1 കൂടെ വരുമ്പോൾ 4x1 പ്ലസ് 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പോൾ 1.05x3 വരും. ഇംപ്ലൈസ് വേരിയബിൾസ് എല്ലാം കൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ -4x1 മൈനസ് 3x2 മൈനസ് അല്ല പ്ലസ് ആണ്. അപ്പുറത്തെ സൈഡിലോട്ടല്ല, x3 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 0.05x3. അവിടെയാണ്, അങ്ങോട്ടാണ് നമ്മൾ വേരിയബിൾ ഇട്ടേക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh. 3 lakh ആണ് വലുത്. നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വരും. ഇനി നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ വരും. x1 x2 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.